ഹായ് ഹലോ എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാനിരിക്കുന്നത് കണ്ടിട്ട് നിങ്ങൾ വിചാരിക്കണ്ട കേട്ടോ, ഞാൻ വലിയ തയ്യക്കാരിയൊന്നും വിചാരിക്കണ്ട. അത്യാവശ്യം എനിക്കും എൻ്റെ മോക്കും തയ്ക്കുന്നതൊക്കെ ഞാൻ ഉടുപ്പൊക്കെ തയ്ക്കും, ഫ്രോക്കൊക്കെ തയ്ക്കും. പിന്നെ തയ്യൽ പഠിക്കാൻ പോയിക്കൊണ്ട് നമുക്ക് തൊട്ട് എന്തൊക്കെ എൻ്റെ കൊച്ചിന് തയ്ച്ചു കൊടുക്കും കേട്ടോ. ഈ പിള്ളേർ ഞാൻ കുറച്ച് നാളായിട്ട് ഇതൊന്നും നോക്കുന്നൊന്നുമില്ലായിരുന്നു. അന്നേരം ഉണ്ടല്ലോ ഇവർ ഈ നൂലെല്ലാം എടുത്തതുണ്ട് നശിപ്പിച്ച് കളയും. എംബ്രോയിഡറി ചെയ്യുന്ന സാധനമൊക്കെ ഞാൻ മേടിച്ചായിരുന്നു, പക്ഷെ വർക്കെത്താവുന്നില്ല. ഇതൊക്കെ ഞാനൊരു ബോക്സിലിട്ട് വെച്ചിരുന്ന സാധനങ്ങളാണ്. മക്കളാണ് ഇതെല്ലായിടത്തും ഇങ്ങനെ ആക്കിയിരുന്ന ബോക്സിനകത്ത്. ഇതൊന്നും ഇല്ലാത്തുള്ളതല്ല, ഇതെല്ലാം ഉമാരാണ് ഇല്ലാത്തത്. ഇതിൻ്റെ ഒന്നും ഇതില്ലാത്ത വെക്കേണ്ടതല്ലത്. എലാസ്റ്റിക് സൗണ്ട് കിട്ടുന്നുണ്ടോ? എനിക്ക് മൈക്കൊന്നും ഇല്ല കേട്ടോ, അത് കാരണം സൗണ്ട് കിട്ടുമെന്ന് എനിക്കറിയത്തില്ല. പുഴുക നോക്കണം, വളകളാണേ. അത് കാണിച്ചിട്ടേക്കും അവനല്ലെങ്കിൽ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ അവൻ എന്നെ കൊണ്ടൊന്നും ചെയ്യിക്കത്തില്ല. ഞാൻ ആദ്യം ഒന്ന് ചെയ്യാൻ വന്നിട്ട് അവനത് മുഴുവൻ വാരി അങ്ങോട്ടും ഇങ്ങോട്ടും ഇട്ടിട്ടുള്ളൂ. ഇതെല്ലാം ഇതേ കുത്തി വെച്ചിരുന്ന സാധനം എല്ലാം ഊരി ഇട്ടേക്കാം. എവിടെ എങ്ങനെ എടുത്തു വെച്ചാലും എൻ്റെ മക്കളത് തപ്പിയെടുക്കുന്നതാണ് സത്യം. അവർക്ക് എന്നാലും അതിൻ്റെ ആവശ്യമുണ്ട്. എൻ്റെ കെട്ടിയവൻ പറയുന്നതാണ്, എൻ്റെ കെട്ടിയവൻ പറയുന്നത് നീ പിള്ളേരെടുക്കാത്ത സാധനം എടുത്ത് മാറ്റി വെക്കണം, അല്ലാതെ പിള്ളേരെടുക്കുന്നിടത്ത് വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ പിള്ളേരിതൊക്കെ എടുക്കും എന്നൊക്കെ പറയും. എൻ്റെ മക്കൾ എടുക്കാതിരിക്കണമെങ്കിൽ വല്ല ശൂന്യാകാശത്തും കൊണ്ടുപോക്കണ്ടേ. എന്ന് ഞാൻ പറഞ്ഞാൽ ഞാൻ തയ്ക്കുന്ന ആ പെട്ടിക്കകത്ത് ഒരു സാധനം കൊണ്ടിട്ടേക്കല്ലേ മക്കളെ. അവരുടെ എല്ലാവിധ സാധനങ്ങളും അതിൻ്റെ അത് എന്നോട് താക്കോലുണ്ടല്ലോ. എന്ന് തീരുമെന്നൊന്നും അറിയത്തില്ല. അതാണ് ഒരു വലിയൊരു ആഗ്രഹം നടക്കുന്നത്. എനിക്ക് ഏറ്റവും വലിയ ആഗ്രഹം എന്താണെന്ന് ചോദിച്ചാൽ അതായിരിക്കും. എല്ലാം അങ്ങനെ നിരന്ന് അങ്ങനെ ഇതാക്കിയിട്ടേക്കാം. വേണ്ട, പെൻസിന് വേണ്ടി മേടിച്ചെടുത്താൽ ഇതാ പരിപാടി. ഇതിങ്ങനെ ഊരിയെടുക്കാം. നിങ്ങളുടെ ആരുടെയും മക്കൾ ഇങ്ങനെ ചെയ്യുന്ന പരിപാടി ഉണ്ട്? ഇതിൻ്റെ ഒരു ടിന്നുണ്ടായിരുന്നു. ആ ടിന്നിൻ്റെ അകത്തായിരുന്നു ഞാൻ ഈ നൂലുകളും എല്ലാ സാധനങ്ങളും അതിൻ്റെ അകത്തായിരുന്നു വെച്ചിരുന്നത്. ഈ എൻ്റെ സംസാരം കേട്ടിട്ട് ഞാൻ കരയൊന്നും തോന്നുന്നുണ്ടോ മേശിരെ നോക്കട്ടെ? ഞാൻ കരയൊന്നുമല്ല, ഞാൻ ഈ ജലദോഷം പിടിച്ചതുകൊണ്ട് എൻ്റെ സ്വരം അത് ഞാൻ പോയതല്ല. ഞാനിപ്പോൾ എന്നാ പറയുന്നത്, ഒരു കുഞ്ഞാനമാണുണ്ട് സ്കൂളിൽ പോകുന്നത്. അമ്മയുടെ മാലയുടെ കളർ പോയി. ഇന്നലെ ഒരു മുത്തുമാല ഓർത്ത് കൊടുക്കാൻ പോകുന്നുണ്ട്. ഞാൻ ഇങ്ങനെ ഇട്ടേക്കുന്നേക്കോട്ടെ ഒരു മുത്തുമാല ഓർത്ത് നോക്കുന്നുണ്ട്. മുത്ത് അത് കൊള്ളത്തില്ല, അത് ഇട്ടാൽ കൊള്ളത്തില്ല. അത് സാധാരണ പിള്ളേരിട്ട് നടക്കാൻ തോന്നുന്നു. ഇതുപോലത്തെ മുത്ത് മേടിച്ചിട്ട് പുറത്ത് കൊടുക്കാമെന്ന് പറഞ്ഞ് എല്ലാം മനസ്സിലാകുന്നുണ്ടാവും. എങ്ങനെ വെച്ചാലും ഇത് അഴിഞ്ഞു പോകും. ഈ സാധനം ഇപ്പം ഞാനിങ്ങനെ പൊതിയിട്ട് വെച്ചാൽ ഈ നേരം കഴിയുമ്പോൾ കുറച്ച് നേരം കഴിയുമ്പോൾ അവരിവിടെ വന്നു കഴിയുമ്പോൾ ഇതെല്ലാം നന്നായിട്ട് എടുക്കും. ഇനിയിപ്പോൾ എൻ്റെ തയ്യൽപ്പെട്ടിയുടെ അടപ്പ്
അതിനകത്ത് കാണോട്ടെ. ഇനി ഇതിനകത്തോട്ട് കുറച്ച് സാധനങ്ങൾ എടുത്തോട്ടാണ്. ഇത് കേട്ടോ ബ്ലഡ് പെൻസ്. അവക്കടെ കമ്മല് ഞാനിത് മീഷോയിൽ നിന്ന് വാങ്ങിച്ച കമ്മലാണ് കേട്ടോ. ഇത് 4 കിട്ടി. 4 തോന്നുന്നു. 1 2 4 ജോഡി കിട്ടി. 4 ജോഡി കിട്ടിയതിൽ ഒരു ജോഡിയുടെ ഈ പുറകുവശത്തെ സാധനം ഒടിഞ്ഞു പോയായിരുന്നു. എന്നാലും ഞാൻ മറ്റേ വേറെ ഒരെണ്ണത്തിൻ്റെ എടുത്തിട്ട് അഡ്ജസ്റ്റ് ചെയ്തേ. ഇത് പറഞ്ഞാണ്. ഇനി പറഞ്ഞനുസരിച്ച് പിരിയായതുകൊണ്ട് ഇത് പെട്ടെന്ന് ഊരിപ്പോയല്ല. ഇത് വലുതാണ്, വലിയ കമ്മലാണ്. അവനെ അമ്മ വഴക്ക് പറയുന്നത്. അവൻ ഭയങ്കര കുസൃതിയാണ്. ഞങ്ങൾക്ക് മുടിയുള്ളത് കൊണ്ട് എപ്പോഴും കെട്ടി വെക്കണം, അല്ലെങ്കിൽ ചാവില്ല. ഇതൊക്കെ ചേച്ചി കൊടുത്തതാണ്. ഇതേലും സംഭവം ഉണ്ടായിരുന്നു, അതോട് പറഞ്ഞത്. ഇത് ഞാൻ വാങ്ങിയതാണ്. ഒരെണ്ണം വെച്ചോണ്ടാ തോന്നുന്നു. ഇത് നീ വരുവാണോ? നീ വരണ്ട. ഇതെന്റെ ക്ലിപ്പ്. ഇത് എന്റെ ക്ലിപ്പാ. അവൻ കാര്യം പറയാൻ വരുന്നുണ്ടെന്ന്. അവന് കാര്യം പറയണോന്ന്. എല്ലാ കാര്യമാണ് പോലും. വണ്ടി പോണ കാര്യം പറയണോ? എവിടെ പോയ കാര്യമാണ് വണ്ടി? രാഹുൽ ചേട്ടായിയാണോ? തുറക്കാം. ആര് താഴെ വീഴും? അമ്മയാണ്. എടാ അമ്മ പുറത്തിറങ്ങി പോണു. അമ്മ പോണു. നീ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ അമ്മ പോകൂട്ടോ. അങ്ങനെ എല്ലാം കഴിച്ചാൽ നിങ്ങളെ ബോർഡ് അങ്ങോട്ട് നിർത്തി അമ്മിനെ എല്ലാം അങ്ങോട്ട് അടുത്തൊക്കെ വെച്ചിട്ടോ. അങ്ങനെ അത് മെയിനാക്കി കഴിഞ്ഞു. അതിനെ ഞങ്ങൾ സുഖം കഴിച്ചില്ലേ. ചിലപ്പോൾ അടുത്തെന്തെങ്കിലും കുഴപ്പമുണ്ട്, അടുത്തെന്തെങ്കിലും കുഴപ്പമുണ്ടോ. പക്ഷേ അതുണ്ടല്ലോ നിങ്ങളുടെ പെരക്കകത്ത് വെച്ചിട്ട് ഒരു സംഭവം ചെതല് തിന്നു പോയി. വെറുതെ ഒരു ദിവസം അങ്ങോട്ട് പോയിട്ട് വന്നിട്ട് അലമാരയുടെ സൈഡിൽ ഇങ്ങനെ ചുമ്മാ ഇങ്ങനെ വെച്ചിരുന്നതാ. ചെതലത് തിന്നു പോയിട്ട് പോയി. ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. ദേവിയത് കൊച്ചിട്ട് ചെയ്യപ്പ. കാണും, അല്ലെങ്കിൽ ഇട്ടുണ്ടോ പോകുന്നത്. സൈഡിലെല്ലാം പോയി. ഇതൊക്കെ മേടിക്കാം. അപ്പം നിങ്ങൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. എല്ലാവരും സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക. എനിക്കാണെങ്കിൽ വീഡിയോയ്ക്ക് അങ്ങനെ ഞാൻ ലൈക്ക് ഒന്നും ചെയ്യുന്നില്ല. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. ഇന്നത്തെ കുഞ്ഞു വീഡിയോ ആണ്. നേരത്തെ വീഡിയോയിലേക്ക് കാണുന്നവരേക്കും ബൈ.